നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 10 സിനിമകളെ കുറിച്ചാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 10 സിനിമകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് എന്തായാലും വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം. 10ാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ 9 ദിവസങ്ങളായി പ്രദർശനം തുറന്നുകൊണ്ടിരിക്കുന്ന ഡ്യൂഡ് എന്ന ചിത്രമാണ്. ഡ്യൂഡ് എന്ന ചിത്രം ഈ 9 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 50,45,00,000 രൂപയാണ്. വലിയൊരു വിജയമായി ഇതിനോടകം തന്നെ വിലയിരുത്തപ്പെടാൻ സാധിക്കുന്ന രീതിയിലാണ് ഡ്യൂഡ് എന്ന സിനിമയുടെ നിലവിലെ പ്രദർശനത്തിന്റെ ഗ്രാഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 9ാം സ്ഥാനത്തുള്ളത് മതഗത രാജ എന്ന ചിത്രമാണ്. ഈ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ഈ വർഷം നേടിയത് ഏകദേശം 53 കോടി രൂപയാണ്. 8ാം സ്ഥാനത്തുള്ളത് മദ്രാസി എന്ന ശിവകാർത്തികേയൻ ചിത്രമാണ്. വലിയ പ്രതീക്ഷയിൽ മുരുകദോസ് ശിവകാർത്തികേയൻ കൂട്ടുകെട്ടിൽ വന്ന വലിയ പ്രതീക്ഷയിൽ വന്ന ഈ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് ഏകദേശം വേണ്ടത്ര വിജയം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം നേടിയോ എന്ന് വ്യക്തിപരമായി സംശയിക്കുന്നുണ്ട്. കാരണം തമിഴ്നാട് ബോക്സ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം 60 കോടി നേടുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണഗതിയിൽ അത് വളരെ കുറഞ്ഞ ഒരു റേഞ്ചാണ്. എന്തായാലും മദ്രാസി എന്ന ചിത്രം തമിഴ്നാട്ടിൽ വേണ്ടത്ര പെർഫോം ചെയ്തില്ല എന്നാണ് ഈ കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. 7ാം സ്ഥാനത്തുള്ളത് ടൂറിസ്റ്റ് ഫാമിലി എന്നൊരു ചിത്രമാണ്. നമുക്കറിയാം, അപ്രതീക്ഷിതമായി വന്ന് വലിയ രീതിയിൽ കേരളത്തിലടക്കം വലിയ രീതിയിൽ ഹിറ്റായ ചിത്രമാണ് ടൂറിസ്റ്റ് ഫാമിലി. ഈ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏതാണ്ട് 63,55,00,000 രൂപയാണ്. വളരെ വലിയൊരു വിജയമായി തമിഴ്നാട്ടിലും കേരളത്തിലും ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ വലിയ വിജയമായ ഈ ചിത്രം നിലവിൽ OTTയിൽ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ടൂറിസ്റ്റ് ഫാമിലി എന്ന ഒരു ചെറിയ ചിത്രം ഇതിനോടകം തന്നെ വലിയ വിജയമായി കഴിഞ്ഞിരിക്കുകയാണ്. 6ാം സ്ഥാനത്തുള്ളത് കാന്താര ചാപ്റ്റർ 1 എന്ന ചിത്രമാണ്. കഴിഞ്ഞ 24 ദിവസങ്ങളായി പ്രദർശനം ആരംഭിച്ച ഈ ചിത്രം ഇതിനോടകം തന്നെ ഈ 24 ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏതാണ്ട് 65 കോടി രൂപയാണ്. വളരെ വലിയൊരു വിജയമാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ കാന്താര എന്ന ചിത്രം ഇതിനോടകം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട ചിത്രമാണ് കാന്താര ചാപ്റ്റർ 1 എന്ന ചിത്രം. കേരളത്തിൽ ഇതിനോടകം തന്നെ 50 കോടിക്ക് മുകളിൽ ഏതാണ്ട് 53 കോടിയോളം രൂപ ഇതിനോടകം തന്നെ 24 ദിവസം കൊണ്ട് കാന്താര ചാപ്റ്റർ 1 എന്ന ചിത്രം നേടിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. 5ാം സ്ഥാനത്തുള്ളത് തലൈവർ തലൈവി എന്ന ചിത്രമാണ്. ഈ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 65 കോടി രൂപയാണ്. അത്യാവശ്യം ഒരു വിജയം ഈ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നേടിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് കളക്ഷൻ ബേസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. 4ാം സ്ഥാനത്തുള്ളത് വിടാമുയർച്ചി എന്ന ചിത്രമാണ്. ഈ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 82,10,00,000 രൂപയാണ് നേടിയത്. വളരെ വലിയൊരു വിജയമായി വിടാമുയർച്ചി തമിഴ്നാട്ടിൽ മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ കളക്ഷൻ ബേസ്. വിടാമുയർച്ചി കേരളത്തിലും പ്രദർശനം ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ വേണ്ടത്ര വിജയം ഈ ചിത്രം കൈവരിച്ചു എന്ന് സംശയമാണ്. 3ാം സ്ഥാനത്തുള്ള ഡ്രാഗൺ എന്ന ചിത്രമാണ്. ഡ്രാഗൺ എന്ന ചിത്രം വലിയ വിജയമായിരുന്നു. നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഈ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 82,50,00,000 രൂപയാണ്. വളരെ വലിയൊരു വിജയം തമിഴ്നാട്ടിൽ നിന്ന് ഈ ചിത്രം നേടിയെടുത്തിരിക്കുന്നു എന്ന് കളക്ഷൻ വൈസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 2ാം സ്ഥാനത്തുള്ളത് കൂലി എന്ന ചിത്രമാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടും എന്ന് കരുതുന്ന ഈ ചിത്രം വേണ്ടത്ര സ്വീകരിക്കപ്പെട്ടോ എന്ന് വ്യക്തിപരമായി സംശയിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തലൈവർ രജനീകാന്തിന്റെ ചിത്രം വലിയ രീതിയിൽ കളക്ഷൻ വരുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാടെന്ന് നമുക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ കേരളവും അത്യാവശ്യം കളക്ഷൻ വരുന്ന സ്ഥലമാണ്. പക്ഷേ ലോകേഷ് കനകരാജ്, തലൈവർ രജനീകാന്ത് എന്നീ 2 ഫാക്ടറികൾ ഉണ്ടായിട്ട് പോലും വലിയ ചെലവ് വന്ന ഈ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് ആകെപ്പാടെ 144 കോടി രൂപയാണ്. കേരള ബോക്സ് ഓഫീസിലും ഈ ചിത്രം റിലീസ് ഉണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയിൽ ആരാധകർ കണ്ടൊരു ചിത്രമാണ്. പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 23 കോടിയാണ് ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. എന്തായാലും 144 കോടി എന്ന് പറയുമ്പോൾ അതിന്റെ എണ്ണം കൊണ്ട് വലിയൊരു കോടിയാണെങ്കിലും ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം അത്ര വലിയ ചെലവുള്ള ഒരു ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 144 കോടി നേടി എന്ന് പറയുന്നത് അത്ര വലിയ വിജയമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. 2025 തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്ന് പറയുന്നത് അജിത് നായകനായ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രമാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ വലിയൊരു വിജയമായിരുന്നു ഈ ചിത്രം. കേരളത്തിലും അത്യാവശ്യം ഒരു സ്വീകാര്യതയൊക്കെ ഈ ചിത്രം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തത് 152 കോടി രൂപയാണ്. വളരെ വലിയൊരു വിജയമായി തമിഴ്നാട്ടിൽ ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി ഇതിനോടകം തന്നെ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇനി വരുന്ന 2 മാസങ്ങളിൽ അത്ര വലിയ റിലീസുകളൊന്നും തമിഴ്നാട്ടിൽ നിന്ന് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതാണ് 2025 തമിഴ് ബോക്സ് ഓഫീസിലെ അവസ്ഥ.
പറയത്തക്ക വലിയ വിജയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ചില അപ്രതീക്ഷിത മുന്നേറ്റങ്ങൾ തമിഴ് ബോക്സ് ഓഫീസിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം ഒരു വർഷമാണ് 2025 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. കാരണം തമിഴ് സിനിമയുടെ കളക്ഷൻ ലെവലൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ 10 ചിത്രങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ചിത്രം ഏതാണെന്നും അതിൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്നും ദയവായി കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.